പേരാമ്പ്ര ഭരണാധികാരിയെ മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്ത് നിലപാടെടുത്തില്ല? അല്ല, അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലിയർ വയലേഷനാണല്ലോ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ 11 സ്ഥാനാർത്ഥികളുണ്ട് ഉണ്ടല്ലോ, നോട്ട് അടക്കം 11 പേരുണ്ട്. അതിൽ എത്ര പേർ അറിയിച്ചവർ? ആരറിഞ്ഞു? ആരും അറിയാതെ അദ്ദേഹം കേരള പോലീസിനെയും കൂട്ടിപ്പോയത് എന്തിനാണ്? അതായത് നമ്മുടെ കേന്ദ്ര സേനയുടെ പരിധിയിൽ വരുന്ന വിഷയമാണത്. അവർക്ക് മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ. കളക്ടർ പറഞ്ഞല്ലോ. എന്നിട്ട് കേരള പോലീസിനെ കൂട്ടിയിട്ട് പോയത്. അപ്പോൾ പോലീസിനെയും ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന രൂപത്തിലാണ് ഇന്ന് വീണ്ടും കൊയിലാണ്ടിയിലെ റിട്ടേണിംഗ് ഓഫീസറും 2 ആളുകളും അവിടെ പോയി എന്നുള്ളത്. ഇത്രമാത്രം, അതായത് വളരെ ക്ലിയറായിട്ട് പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത് അതിൻ്റെ എന്താ പറയുക, all concerned officers have been directed to ensure strict compliance with this instruction in order safeguard the integrity, transparency and security of the electoral process എന്ന് പറയുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ഓർഡർ ഇറങ്ങിയിട്ട് പോലും അതിൻ്റെ ബെല്ല് വിളിച്ച് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലേ? അതാണ് നമ്മൾ കളക്ടറാണ് മറുപടി പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കളക്ടർക്ക് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലും ഈ വിവരം ഞാൻ വിളിച്ചപ്പോൾ ആദ്യം കളക്ടറോട് ഇറ്റ് സീരിയസ് തിങ് ആണ്. ഇപ്പോൾ കളക്ടർ മെറ്റീരിയൽ റൂം തുറന്നതിനെ കുറിച്ചല്ല പറയുന്നത്. കളക്ടർ ഞങ്ങളോട് സംബന്ധിച്ച കാര്യം മെറ്റീരിയൽ റൂം ഒരിക്കൽ പോലും സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് വെക്കാൻ പാടില്ലെന്നായിരുന്നു. അതിന് കുറ്റക്കാർ ഞങ്ങളല്ലല്ലോ. അല്ല, ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വീഴ്ചകൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത് നിങ്ങൾ നോക്ക്, ഇത്ര സെൻസിറ്റീവായി ഇഷ്യൂ ഉണ്ടായിട്ടും ഇന്നർ പെരിമീറ്ററിനകത്ത് ഇന്നൊരു റിട്ടേണിംഗ് ഓഫീസറും 2 ഉദ്യോഗസ്ഥരും പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ആവുന്നല്ലേ. അങ്ങാടി ചന്തയേക്കാൾ ഏറ്റവും ഒരു തുറന്ന സ്ഥലമായി സ്ട്രോങ് റൂം പരിസരം മാറുന്ന പിന്നെ എന്ത് വിശ്വാസം അവിടെ ഉണ്ട്? അല്ല, അതായത് കൊയിലാണ്ടി ROവിന് നോട്ടീസ് അയക്കാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പേരാമ്പ്ര വിഷയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അയാളുടെ സിയോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഈ 2 ROവിനെയും മാറ്റം മാത്രമല്ല അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. പ്രത്യേകിച്ച് സിഒയുടെ ഡയറക്ഷൻ പശ്ചാത്തലത്തിൽ ഒരു റൂമും തുറക്കരുതെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. ഒന്നും തുറക്കരുത്. അപ്പൊ തുറന്നിട്ടാണല്ലോ. പക്ഷെ അതൊക്കെ സില്ലി തിങ്സ്, അതൊക്കെ ഞങ്ങൾ അല്ല, അതൊന്നും സില്ലി തിങ് ഞങ്ങളെല്ലാം ചിന്തിക്കില്ലേ. അതൊക്കെ ചില്ലി നമ്മൾ വലിയ കാറ്റഗറി സീരിയസ് ആയിട്ടില്ല. സ്ഥാനാർത്ഥി ഒന്നല്ലല്ലോ, സ്ഥാനാർത്ഥി 11. ഞാൻ പറയട്ടെ, അതല്ലല്ലോ സീരിയസ് വിഷയം. നിങ്ങൾ വിഷയം ഡൈവേർട്ട് ചെയ്യല്ല. സ്ഥാനാർത്ഥി അറിഞ്ഞോ മറ്റേ അറിഞ്ഞോ പാർട്ടി ഇന്നർ കാര്യങ്ങൾ അത് പിടി. ഇവിടുത്തെ വിഷയം കളക്ടർ പറയുന്നത് പേരാമ്പ്രയ്ക്ക് വിഷയത്തിൽ നമ്മൾ ശക്തമായി പറഞ്ഞത് ആ ROയെ മാറ്റി നിർത്തിയിട്ടായിരിക്കും കൗടി നടക്കേണ്ടത് എന്നുള്ള കൃത്യമായി നമ്മൾ കളക്ടർ തന്ന മറുപടി പേരാമ്പ്രയും പറഞ്ഞിട്ടുണ്ട്. പേരാമ്പ്ര സിഒയുടെ ചോദിച്ച് നടപടിയെടുക്കാം. കൊയിലാണ്ടി ROന് ഇപ്പൊ തന്നെ നോട്ടീസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. കൊയിലാണ്ടി ROന്റെ അടുത്ത് വീഴ്ച ഇന്ന് പറ്റിയെന്ന് കളക്ടറും ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻസും സമ്മതിക്കുകയും നോട്ടീസ് ചെയ്ത് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ കൊടുത്ത ഒരു ഞങ്ങൾ 6 കാൻഡിഡേറ്റ്സ് കൊടുത്തൊരു പരാതി. ആ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഉത്തരവായിട്ട് വന്നിട്ടുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ട് പോലും വീണ്ടും അവിടെ വയലേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമല്ലേ. പേരാമ്പ്ര അല്ല പറഞ്ഞില്ല. പക്ഷേ അത് പറയുമ്പോഴും കളക്ടർ നിങ്ങൾ ആർഗ്യുമെന്റ് കളക്ടർ പറയുന്നുണ്ട്. പേരാമ്പ്ര ROവിന് വേണമെങ്കിൽ ന്യായീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കളക്ടർ പറഞ്ഞു. അതേ കളക്ടർ പറയുന്നുണ്ട് നിങ്ങളുടെ ആർഗ്യുമെന്റിൽ ന്യായം ഉണ്ടെന്നത്. രണ്ടും ഇങ്ങനെ മനസ്സിലാവുക. ഞങ്ങൾ ചോദ്യം ഞങ്ങളാണോ വെച്ചത് സ്ട്രോങ് അല്ല, അല്ല ഒരിക്കലല്ല. അത് വീഴ്ച. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ കഴിഞ്ഞ 3 പാർലമെന്റ് ഇലക്ഷനെയും ചീഫ് ഇലക്ഷൻ അജണ്ട ഒരിക്കൽ പോലും സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് മെറ്റീരിയൽ റൂം ഉണ്ടായിട്ടില്ല. മെറ്റീരിയൽ റൂം ഉണ്ടാവാറുണ്ട്, അതൊരിക്കലും അതിനടുത്തലുണ്ടായത്. അത് വീഴ്ചയാണെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് ഇന്നർ പെരിമീറ്ററിനകത്ത് കേന്ദ്ര സേനയല്ലാതെ പ്രവേശിച്ചത് തെറ്റാണെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വീഴ്ചയില്ലേ. മൂന്നാമത് ഇന്നത്തെ ഉണ്ടാക്കാർക്ക് നോട്ടീസ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഴ്ച കളക്ടർ സമ്മതിച്ചതല്ലേ. അല്ല, നേരത്തെ പാലക്കാട് സംഭവത്തിൽ കളക്ടറോടാണ് നിർത്തിവെക്കാൻ പറയുന്നത്. ഇവിടെ കളക്ടർ വീഴ്ച എന്ന് പറയുന്നത് ആരെ വീഴ്ച എന്ന് പറയുന്നത്? കളക്ടർ വീഴ്ച അല്ല. കളക്ടർ ഇപ്പം ഇന്നത്തെ കൊയിലാണ്ടി ROയുടെ നടപടി വീഴ്ചയാണെന്നും ചട്ടലംഘനമാണെന്നും എഗെയിൻസ്റ്റ് ഉള്ള അതിൻ്റെ പേരിലാണ് നോട്ടീസ് അയക്കുന്നത്. ഏതായാലും മാത്രമല്ല BSFുമായി അടിയന്തര മീറ്റിംഗ് വെച്ച് ഇന്നർ പെരിമീറ്ററിലേക്ക് ഒരാളും പ്രവേശിക്കാൻ സംവിധാനം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഉറപ്പുണ്ടെങ്കിലും അട്ടിമറിക്കാനുള്ള ശ്രമം ബോധപൂർവമായി നടക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്കൂടെ സംശയം വർദ്ധിപ്പിക്കുന്നത് ഇത്രയ്ക്ക് സെൻസിറ്റീവ് ഉണ്ടായിട്ട് NDAയുടെയോ LDFിൻ്റെയോ ഒരു പ്രതിഷേധമോ ഒരു പദ്ധതിയോ അവിടെ വരികയോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സംശയം വർദ്ധിപ്പിക്കുന്നു. ചീഫ് ഇലക്ടർ ഓഫീസർ നിർദ്ദേശത്തിന് ശേഷമാണ് കൊയിലാണ്ടി അറിയുന്ന ടൈം. ഇതാ ഞങ്ങൾക്ക് അയച്ചല്ലോ, ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും നടപടിയില്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ UDF ഉറച്ചു നിൽക്കുന്നു. നിലപാടെടുക്കും, ശക്തമായ നിലപാടെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. അത് ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിക്കല്ല,
പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉൾപ്പെടെയുള്ളത് ഇടപെട്ടുകൊണ്ട് ഇവർ രണ്ടിനെയും മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മെറ്റീരിയൽ റൂം പാടില്ലല്ലോ. കോർ ഇഷ്യൂ എന്താ പറഞ്ഞാല് മെറ്റീരിയൽ റൂം ഒരിക്കലും സ്ട്രോങ് റൂമിന്റെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇവിടെ അത് വയലേറ്റ് ചെയ്തു. അത് സ്വാഭാവികമായി ഇല്ല, ശ്രദ്ധപ്പെട്ടിട്ടില്ല. കാരണം ഇത് തുറന്നപ്പോഴല്ലേ നമ്മളെ ഈ നിങ്ങൾ കണ്ടില്ലേ തുറന്ന റൂമിന്റെ പുറത്തെന്ന് എഴുതി വെച്ചിരിക്കുന്നത് സ്ട്രോങ് റൂം എന്നാണ്. ഇതിൽ ഞങ്ങളെങ്ങനെ അറിയാം? വളരെ രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പാലക്കാട് നെന്മാറ സംഭവമായിട്ട് ബന്ധപ്പെട്ടു അവിടെ റിട്ടേണിംഗ് ഓഫീസർ ഡയറി വെച്ച് മറന്നു പോയിന്ന അതേ കാര്യമാണ് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ ഞങ്ങളുടെ ഇലക്ഷൻ ഏജൻ്റായിട്ടുള്ള കല്ലൂർ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഈ ഫാത്തിമ തേലിയുടെ ഇലക്ഷൻ ഏജൻറ്റിനോട് പറഞ്ഞിരിക്കുന്ന അതേ ന്യായമാണ്. അപ്പോൾ ഒരേ ഭാഗത്ത്, അതായത് വളരെ ആസൂത്രിതമാണത്. അവിടെയും ഡയറി വെച്ച് മറന്നു പോകുന്നു, ഇവിടെയും ഡയറി വെച്ച് മറന്നു പോകുന്നു. ഒരു മുടന്ത ന്യായം പറഞ്ഞ് ഈ കേസിനെ, ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അല്ല, പരാജയം ഉണ്ടായതുകൊണ്ടാണല്ലോ അട്ടിമറിക്കുന്നത്. പരാജയമല്ലേ പിന്നെ നേരത്തെ തന്നെയാൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. ഇല്ല, പറഞ്ഞിട്ടില്ല. അതായത് പേരാമ്പ്ര ആറോടെ കാര്യം പരിശോധിച്ച് വരുന്നു, സിഇഒയോട് സംസാരിച്ചിട്ട് ഞാൻ വേണ്ട നടപടി എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെന്ന് ക്ലിയർ എവിഡൻസ് വെച്ച് ഞങ്ങൾ പ്രൂവ് ചെയ്തു. അതായത് ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കേരള പോലീസിനെ കൊണ്ടാണ് അദ്ദേഹം പോയത്. BSFന്റെ കീഴിൽ നിൽക്കുന്ന ഒരു അധികാര പരിധിയിൽ ഇദ്ദേഹം കയ്യേറിയിട്ടുണ്ട്. അത് വീഴ്ചയാണല്ലോ. ആ വീഴ്ച പറഞ്ഞു. അത് മാത്രമല്ല, അവിടെ 10 സ്ഥാനാർത്ഥികൾ ഒരു നോട്ടയുണ്ട്. അവരാരെങ്കിലും അറിഞ്ഞോ? നിങ്ങളെ മുമ്പിൽ വന്നല്ലോ പലരും, പല ഏജന്റുമാരും വന്നല്ലോ, സ്ഥാനാർത്ഥികൾ വന്നല്ലോ. അവർ പറഞ്ഞെന്താ ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നല്ലേ? അത് വയലൻസ്, അതൊരു ഒഫൻസാണല്ലോ. അതായത് മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ള ചോദ്യമുള്ളൂ. അവിടെ ആറോവും 2 ആളുകളും പോയപ്പോൾ വടകരയുള്ള എൻ്റെ ഫോണിൽ എനിക്ക് വിവരം ലഭിക്കുന്നു. അത്രയ്ക്ക് അഡ്വാൻസ് അല്ലേ നമ്മുടെ സംവിധാനം. എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതുയുഗത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, ഒരു ഡിജിറ്റൽ യുഗത്തിലല്ലേ. അങ്ങനെ സംഭവിക്കുന്നതിനുള്ള ആശങ്കയാണ് ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് 2-3 ലാപ്ടോപ്പും കുറേ ഉദ്യോഗസ്ഥന്മാരും ഇല്ലേ അവിടെ ഉണ്ടായില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഫോണും ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇലക്ട്രോണിക്സിൽ എന്ത് വേണമെങ്കിലും നടക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മളുടെ. ഈ കാലഘട്ടത്തിൽ അതിനകത്ത് എന്ത് നടന്നില്ല എന്നിങ്ങനെ പറയാം. സ്ട്രോങ് റൂമിനോട് ചേർന്നല്ല ഈ മെറ്റീരിയൽ റൂമുള്ളത്. ആ മെറ്റീരിയൽ റൂമിൻ്റെ മുമ്പിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നമ്പർ 5 സ്ട്രോങ് റൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയ റൂമിനകത്ത് എങ്ങനെ കയറി എന്നുള്ളതിനെ പറ്റി നമ്മൾ അറിയേണ്ടത്. അതാണ് വിഷയം.